ഇത് സാറേ ഇന്നത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് സ്കാൻ ചെയ്ത പേഷ്യന്റിന്റെ യൂട്രസിന് എന്ത് വലിപ്പാണ് സാറേ? നല്ല സൈസ് ഉണ്ട്. അത് ഏകദേശം ഒരു 8 മാസം ഗർഭിണിയായ യൂട്രസിന്റെ സൈസാ. ഒരു 4 വലിയ ഫൈബറോയിഡ്, അതിന്റെ കൂടെ അഡിനോമയോസിസ്, പിന്നെ 3 സിസേറിയനും. അവർക്കാണെങ്കിൽ പീരീഡ്സ് ആവുമ്പോൾ 10 ദിവസം ബ്ലീഡിങ് ആണ്. അതിന്റെ കൂടെ സഹിക്കാൻ പറ്റാത്ത വേദന. എന്തായാലും ആ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരില്ലേ സാറേ? നോനോ, നമ്മൾ ഇതുപോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എത്ര കേസുകൾ ചെയ്തിട്ടുണ്ട്. ഇത്ര ചെറിയ കീ ഹോളിൽ കൂടി ഇത്ര വലിയ യൂട്രസ് എങ്ങനെ എടുക്കുക സാറേ? എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെയാണിത്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഇത് കണ്ട ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ് ഇട്ടിട്ട് 3, 4, 5 മില്ലിമീറ്റർ ഉള്ള കട്ടിക്കൂടെയാണ് സർജറി ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ യൂട്രസിനെ അറ്റാച്ച്മെന്റ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് അടിയിൽ വജൈനെ കൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കെയർഫുൾ ആയിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ. ഇത് ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ മുറിവായിരിക്കും. ഇവിടെ മുതൽ ഇവിടം വരെ ഇൻസെഷൻ ഇടേണ്ടി വരും. പിന്നെ വേദന കൂടുതലായിരിക്കും. ഇതാവുമ്പോൾ പേഷ്യന്റ് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ പോകും. നമ്മുടെ പേഷ്യൻസ് ഒക്കെ സാധാരണ എപ്പോഴാണ് വീട്ടിൽ പോവാറ്? ശരിയാ സാറേ, പിറ്റേ ദിവസം തന്നെ പോവാറുണ്ട്. അതാ അതിന്റെ ഗുണം. സിസ്റ്റർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി സാറേ.